പാൻ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തു അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള അതും ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു 150 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തത്, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റി ഒന്ന് പച്ചമണം പോയതിന് ശേഷം നമുക്ക് അത് വേവാനുള്ള വെള്ളവും ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായി വെള്ളമെല്ലാം വറ്റി ചിക്കനെല്ലാം നല്ല വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും തൂവി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 1 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അത്, അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യില്ലെങ്കിൽ ഓയിൽ തൂവിയാലും മതി, അതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല തിളച്ചിട്ടുള്ള വെള്ളം, നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കൂലേ അതേപോലെ തന്നെ, പക്ഷേ ഇത് പത്തിരിക്ക് കുഴയ്ക്കുന്ന മാതിരില്ല, നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ഇതേപോലെ തന്നെ നമ്മൾ ഇളക്കി നന്നായിട്ട് കൊടുക്കുക. അതിനനുസരിച്ച് ഓവറായിട്ട് നമ്മൾ ലൂസാക്കാനും പാടില്ല, അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്കൊരു ദോശേൻ്റെ പാവുമല്ല, ദോശമാവിൻ്റെയൊക്കെ കുറച്ചൊരു കട്ടിതാ ഇതേപോലെ നമുക്കൊരു ഇലയിൽ കോരിയിട്ട് നമുക്ക് പരത്താൻ പറ്റണം. മറ്റേ നമ്മൾ കൂടുതലായിട്ട് വെള്ളമാകുമ്പോൾ അങ്ങ് ലൂസായിട്ട് നമുക്ക് പരത്താൻ പറ്റില്ല. ഈ ഒരു കട്ടിക്ക് ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തുന്ന മാതിരി തന്നെ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മളെടുത്ത ഈ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് നടുവിൽ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടയ്ക്കൊക്കെ മടക്കുന്ന മാതിരി സെൻറ്ററിൽ വെച്ചിട്ട് മടക്കിയിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ മസാല റെഡിയാക്കുമ്പോൾ ഓവർ ഓയിൽ വേണ്ട. ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അട കുക്കായി വരുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടാവില്ല. ചില ഓയിലെല്ലാം എല്ലാത്തിലേക്ക് സ്പ്രെഡ് ആവും, അടേൻ്റെ കളറേ മാറിപ്പോകും. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം നല്ല ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചതിന് ശേഷം അതിൻ്റെ തട്ടിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആവിയിൽ ഓരോന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടത് കുക്കാക്കി എടുക്കാം. അതിനുശേഷം നല്ലോണം തുറന്ന് നോക്കിയതിന് ശേഷം ആ ഒരു സ്മെല്ല്, ഇലേൻ്റെ സ്മെല്ലും ചിക്കൻ്റെ മസാലേൻ്റെ സ്മെല്ലെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി മാതിരി ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയുക. അടുത്ത ഡിഷ് നമുക്ക് പിന്നെ കാണാം. ബൈ.